അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എൻ്റെ ഇവിടുത്തെ അൾട്രാസൗണ്ട് കണ്ടിട്ട് അവിടുത്തെ ഡോക്ടർ പറഞ്ഞു, ജിമിഷ നീ ടെൻഷനൊന്നും ആവണ്ട, മേ ബി അത് 80% ക്യാൻസർ ആയിരിക്കില്ല, 20% ചാൻസ് ആവുള്ളൂ ചിലപ്പോൾ അത് ക്യാൻസർ ആവാമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് തന്നെ അതൊരു FNAC ഞാൻ അൾട്രാസൗണ്ട് ചെയ്ത് നോക്കി. അപ്പോൾ FNACയുടെ റിപ്പോർട്ട് വന്നപ്പോൾ എൻ്റെ റിപ്പോർട്ടിൽ റൈറ്റ് സൈഡിൽ ഫോളിക്കുലർ ആൻഡ് പാപ്പിലറി കാർസിനോമ തൈറോയിഡിലുണ്ടായിരുന്നു. ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് കറക്റ്റ് 1 വർഷം ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ആ റൂമിലിരുന്നിട്ട് ഭയങ്കരമായിട്ട് കരഞ്ഞു. ഞങ്ങൾക്ക് ആരും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല, കാരണം ഞങ്ങൾ പുതിയ സ്ഥലത്ത് വന്നേക്കാണ്, ആരും ഇല്ല സപ്പോർട്ടിന്, ലൈഫ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേർക്കും പറ്റുന്നില്ലായിരുന്നു ഇതൊന്നും. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നീ ടെൻഷൻ ആവേണ്ട, നമുക്കത് സർജറി ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ റൈറ്റ് സൈഡ് സർജറി ചെയ്ത് ഹിസ്റ്റോപത്തോളജിയുടെ റിപ്പോർട്ട് വന്നപ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിൽ തന്നെയുള്ള നൊഡ്യൂള് സാധാരണ ഒരു മനുഷ്യന് ഒന്നെങ്കിൽ ഫോളിക്കുലർ അല്ലെങ്കിൽ പാപ്പിലറി കാർസിനോമ ഉണ്ടാവുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു സൈഡിൽ തന്നെ രണ്ടും ഉണ്ടായപ്പോൾ ഡോക്ടർ പറഞ്ഞു, നീ ഭയങ്കര ഗ്രീഡിയാലോ, നിനക്ക് 2 ടൈപ്പും ക്യാൻസർ സെൽസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, അപ്പോൾ നിൻ്റെ ലെഫ്റ്റ് സൈഡിലും ഞങ്ങൾ സർജറി ടൈമിൽ നൊഡ്യൂൾസ് കാണുന്നുണ്ട്, സോ അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് സൈഡും ചിലപ്പോൾ എന്നല്ല, അപ്പോൾ എൻ്റെ പെർസെൻറ്റേജ് ഡിഫറെൻ്റ് ആയി, നിനക്ക് 80% നിൻ്റെ ലെഫ്റ്റ് സൈഡും ക്യാൻസർ ആയിരിക്കും എന്നായി. അപ്പോൾ